ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മൊത്തം ഇന്ന് ശരിക്കും അറിയാവുന്ന ഒരു OTT പെരുമഴ തന്നെയാണ്. OTT റിലീസ് പെരുമഴ തന്നെയാണ്. ഏകദേശം 14ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർച്ച് മാസം 29-ാം തീയതിത്തെ റിലീസുകളാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം, സീരീസുകളാണ് നോക്കാം. മലയാള സിനിമകളൊന്നും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് തമിഴ് സിനിമകളൊക്കെ ഉണ്ട്, നല്ല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ തമിഴ് എന്നുള്ള സിനിമയാണ്. കാളിദാസ് ജയറാമും അർജുൻ ദാസ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത, തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കാതെ പോയൊരു സിനിമയായിരുന്നു പോർ എന്ന് പറഞ്ഞ സിനിമ. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ക്രൈം ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ കണ്ടില്ല, എന്തായാലും കണ്ടിട്ട് റിവ്യൂ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ഹിറ്റ് സെക്കൻഡ് കേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇത് കുറച്ച് മുമ്പേ തന്നെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോഴാണ് ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ വരുന്നത്. പിന്നെ TV റിപ്പായിട്ടാണ്, TV പ്രീമിയർ ചെയ്ത സിനിമയാണ് തമിഴിൽ വിജയ് സൂപ്പറിൽ. അപ്പോൾ ഇപ്പോൾ മുതൽ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. ദ വേജസ് ഓഫ് ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു എന്താ പറയുക, തമിഴും അടക്കമുള്ള എല്ലാ ഭാഷയിലും, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ്. ദ സെറ്റ്ലേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷിലും സ്പാനിഷിലും ആയിട്ട് ഈ ഒരു സിനിമ മുബി OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. രവീന്ദ്രനാഥിൻ്റെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പാട്ന ശുക്ല എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി ഭാഷയിൽ മാത്രമേ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജ് വരുന്ന പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഹിന്ദി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. ഒരു മിസ്റ്ററി ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഇൻസ്പെക്ടർ ഋഷി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോഴും അതിൽ അവൈലബിൾ ആണ്. മൊത്തം 10 എപ്പിസോഡുകളുടെ ഒരു സീരീസാണ്. ഏകദേശം 7 മണിക്കൂർ കൂടുതൽ സീരീസിൻ്റെ ദൈർഘ്യം വരുന്നുണ്ട്. എന്തായാലും കാണുന്നു വിചാരിക്കുന്ന സീരീസാണ്. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹേർട്ട് ഓഫ് ദ ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹാച്ചിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബർത്ത് മാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് പിന്നെ അനാട്ടമി ഓഫ് എ ഫാൾ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്ത സിനിമയാണെങ്കിൽ പോലും ഇപ്പോൾ മൾട്ടി ലാംഗ്വേജ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഡബിൾ എൻജിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സിനിമയാണ്. ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വോ ബി ദിൻദേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മാർവൽ സൂപ്പർ ഹീറോ മൂവിയാണ്. മാഡം വെബ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വമ്പൻ പരാജയമായി മാറിപ്പോയ സിനിമയാണ് ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ രണ്ട് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി മൂവി തന്നെയാണ്. ബദായ് ഹോ ബേട്ടി ഹുവാ ഹേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും റിലീസുകളാണ് ഇന്നത്തെ ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ സിനിമകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഗോഡ്സില എക്സ് കോങ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ആടുജീവിതം കണ്ടിട്ടുണ്ട്. കാണാത്തത് നിർബന്ധമായും കാണേണ്ട ഒരു സിനിമയാണ് ആടുജീവിതം. പിന്നെ ഗോഡ്സില എക്സ് കോങ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഡി പുക തന്നെയാണ്. എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.